നമ്മുടെ കൂടെയുള്ളത് BMW X1 വേരിയന്റ് ആണ്. അതും M Sport വേരിയന്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കളത്തിൽ കാർസിലാണ്, അതായത് പെരിന്തൽമണ്ണ പാലക്കാട് ബൈപ്പാസ് റോഡിനാണ് ഈ ഒരു ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ BMW നമ്മൾ തൊട്ട് പുറകിലുണ്ട്. ഇതിന്റെ ഒരു ഡീറ്റെയിൽസിലോട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. കളത്തിൽ കാർസ് നമ്മുടെ ബൈപ്പാസ് റോഡിന് തൊട്ടരികിൽ തന്നെയാണ് വെഹിക്കിൾ കിടക്കുന്നത്. അപ്പോൾ BMW X1 വേരിയന്റ് അറിയാലോ, BMW ആൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം പവർഫുൾ വെഹിക്കിൾ ആണ്. മാത്രമല്ല അതൊരു M Sport വേരിയന്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം. അതായത് BMW കിഡ്നി ഗ്രിൽ, ഐക്കോണിക് കിഡ്നി ഗ്രില്ലും കാര്യങ്ങളും വരുന്നത് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുക്കുന്നത്. M Sport ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ബമ്പർ യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു സ്പോർട്ടി അപ്പിയറൻസിലാണ് കൊടുത്തിരുന്നത്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. BMW ഐക്കോണിക് ആയിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ് വന്നിട്ടുണ്ട് വിത്ത് DRLs അല്ലേ. ഇതാണ് BMW ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്ന ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇതിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫാൻസി നമ്പറാണ് 366. ഇതാണ് ഇവിടുന്ന് ആൾ ഓവർ ഫ്രണ്ട് വ്യൂ കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് കോമ്പാക്റ്റ് ആണ്, നമുക്ക് ഏത് റോട്ടിലൂടെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇനി വരുന്നതാണ് ഇതിൻ്റെ ഒരു 18 ഇഞ്ചിൻ്റെ വീൽ ആൻഡ് അലോയി ആണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ കുറച്ച് ഒരു പെയിന്റ് വർക്കും കാര്യങ്ങളും കാണാനുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ വെഹിക്കിൾ തന്നെയാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകാം. M Sportന്റെ ആ ഒരു ബാഡ്ജിങ് കാരണം വരുന്നുണ്ട്. X-Drive 20D എന്നുള്ള ബാഡ്ജിങ് കാരണം വരുന്നുണ്ട്. അതുപോലെ മിറർ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് പേര് ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. രണ്ട് ഭാഗം സെയിം വീൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഷോൾഡർ ലൈൻസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും, ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. റൂഫ് റെയിൽസ് വരുന്നുണ്ട്, അതൊരു ബ്ലാക്ക് ഫിനിഷിലാണ്. നല്ലൊരു ഭംഗിയുണ്ടല്ലോ ഇവിടെ കാണാൻ. പിന്നെ BMW ഓണേഴ്സ് ക്ലബ്ബ് എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. സോ ബാക്കിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ടൈലാം യൂണിറ്റ് വന്നിട്ടുണ്ട്. സ്പ്ലിറ്റബിൾ ആയിട്ടാണ്, അതായത് ബൂട്ടിലോട്ട് കയറി നിൽക്കുന്ന രീതിക്കാണ് കൊടുത്തിട്ടുള്ളത്. താഴെ സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ അല്ല ഡുവൽ എക്സോസ്റ്റ് പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. താഴെ നമുക്ക് ഇവിടെ റിവേഴ്സ് ക്യാമറ യൂണിറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ബൂട്ട് സ്പേസ് ഒക്കെ നോക്കി അത്യാവശ്യം നല്ല രീതിക്ക് ലഗേജ് ക്യാപ്പബിൾ ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. ഹൈറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഡീപ്പ് ഉള്ളിലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. പാർസൽ ട്രേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാനൊരു ബട്ടണും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്തോട്ടും സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാം. ഡ്രൈവർ സൈഡ് മെമ്മറി ഫംഗ്ഷനോട് കൂടി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. പാസഞ്ചർ സൈഡും സെയിം തന്നെയാണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ് കേട്ടോ. ജസ്റ്റ് ചെയ്താൽ ഈ ഒരു ഭാഗത്തോട്ടാണ് ഇതിൻ്റെ കൺട്രോൾസും കാണാൻ വരുന്നുണ്ട്. പിന്നെ തൈ സപ്പോർട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാം. വെഹിക്കിൾ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഉള്ളിലെ ആ ഒരു അപ്പിയറൻസും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ RPM മീറ്ററും അതുപോലെ തന്നെ സ്പീഡോ മീറ്ററും ഒരു അനലോഗ് ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. റൗണ്ട് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. BMW ആ ഒരു ലോഗവും കാര്യങ്ങളോട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കൺട്രോൾ യൂണിറ്റ് വന്നിട്ടുണ്ട്. പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് ഒരു ബ്രൗൺ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയൊരു വുഡൻ ട്രിംസ് വരുന്നുണ്ട്. അലുമിനിയം ട്രിംസും കാര്യങ്ങളും കാണാം. ഒരു ഇൻഫോർടൈൻമെൻറ്റ് വരുന്നുണ്ട്. ചെറുതാണ് എങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഗിയർ ലിവർ ഇതാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്പോർട്ട്, എക്കോ എന്നുള്ള മോഡും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ്. ഇതൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ കൺട്രോൾസ് ആണ് കേട്ടോ. അതായത് നമുക്ക് ഈ ഒരു സ്ക്രീൻ കൺട്രോൾ ചെയ്യാൻ മൗസ് പോയിന്റ് ആണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്താ ചെറിയൊരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്. റൂഫ് നോക്കിയാൽ മനസ്സിലാവും, ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കേണ്ട ഈ ഒരു പനോറോമിക് സൺറൂഫ് ആണ്. അത്യാവശ്യം വലിയൊരു സൺറൂഫാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് ആ ഒരു സ്കൈൻ്റെ വ്യൂ നോക്കിയാൽ ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു വെഹിക്കിൾ സെയിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഓൾ ഓവർ എക്സ്പ്ലനേഷനും. പിന്നെ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ്. നമുക്ക് ഈ ഭാഗം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇൻറ്റീരിയർ ആണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റ്സിൻ്റെ കൺട്രോൾ ഇവിടെയാണ്. എല്ലാം ഒരു ഫെയ്ഡോ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ നോക്കിയാൽ സീറ്റ് കാര്യങ്ങളൊക്കെ പക്കാ പെർഫെക്റ്റിലാണ്. പൊട്ടലൊന്നും ഇല്ല, ലെതേഴ്സും കാര്യങ്ങളൊന്നും ഉരുകിയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ളത്. സോ ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ല, ഭയങ്കര റൂമി ഫീലാണ്. നല്ല ലൈറ്റാണ്. അതായത് ഈ ഒരു റൂഫും കൂടെ ഉണ്ടായതുകൊണ്ട് ഭയങ്കര അധികം കംഫർട്ടാണ്. ഇരിക്കാനും ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. കാരണം ഒരു കൺജസ്റ്റഡ് അല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതിൻ്റെ സീറ്റ്സ് നോക്കിയാൽ 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ ആം റെസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ക്ലോസ് ചെയ്യുക. പിന്നെ ഭയങ്കര എന്താ പറയുക, വീൽ ബേസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്കുള്ള ഒരു വെഹിക്കിളാണ്. അതുകൊണ്ട് തേർഡ് പാസഞ്ചറിന് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാവുന്നതാണ്. AC വെൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ന്യൂ റൂം അത്യാവശ്യം നല്ല രീതിക്ക് വരുന്നുണ്ട്. തൈ സപ്പോർട്ട് നല്ല കംഫർട്ടാണ്. ബിക്കോസ് ഞാനൊരു 175 സെൻറ്റിമീറ്ററിന് മുകളിൽ ഞാൻ വരുന്നുണ്ട്. ഇതിൻ്റെ ഹൈറ്റൊക്കെ നോക്കിയാൽ ഹെഡ് റൂമൊക്കെ ഭയങ്കര ഹെഡ് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. ഷോൾഡർ റൂമൊക്കെ ഭയങ്കര കംഫർട്ടായിട്ട് ഇരിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. പിന്നെ സൺ റൂഫ് നമുക്ക് ഓപ്പൺ ചെയ്യാം, പക്ഷേ ഇവിടെ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിൻ്റെ ഹാർട്ടിലോട്ട് പോവാണ്, അതായത് ഹൃദയം. കണ്ടില്ലേ, സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. BMW തന്നെ ട്വിൻ പവർ ടെർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഏകദേശം 160 Nm ടോർക്കും 148 HP പവറുമാണ് ഈ ഒരു X1 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 0-100 വെറും 6 to 7 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഈ ഒരു വെഹിക്കിളിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാൻ താല്പര്യം ജസ്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്യാം. സോ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ സെയിലുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. BMW തന്നെ X1 വേരിയന്റ് ആണ്, അതും M സ്പോർട്ട് ആണ് വന്നിട്ടുള്ളത്. 2017 രജിസ്ട്രേഷൻ ആണ് വെഹിക്കിൾ വന്നിട്ടുള്ളത്. ഏകദേശം 90,000 കിലോമീറ്റർ ആണ് വെഹിക്കിൾ ആകെ കവർ ചെയ്തിട്ടുള്ളത്. 3rd ഓണർഷിപ്പിൽ വരുന്ന വെഹിക്കിളാണ്. പിന്നെ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിളാണ്. മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ കേരള വെഹിക്കിളാണ്. ഇവിടെ നമ്മൾ അധികം ചെയ്യുന്നത് ഒറിജിനൽ കേരള വെഹിക്കിളാണ്. വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അവിടെ ജസ്റ്റ് എന്ത് ചെയ്യും, നമ്മളെ വാട്സ്ആപ്പ് ചെയ്യാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അയച്ചു തരുന്നതാണ്. ഇത് ഏകദേശം നമ്മുടെ ആസ്കിന്റെ പ്രൈസ് 15,80,000 രൂപയാണ് കേട്ടോ. 15,80,000 ആണ്. എല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിൽ എഞ്ചിനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു തന്നു. എല്ലാം അതിന്റെ AC പവറും ഒക്കെ പെർഫെക്റ്റ് ആണ്. നിങ്ങൾ താല്പര്യം എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് വെഹിക്കിൾ കണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാം. അതുപോലെ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും നമ്മുടെ ചാനൽ വരുന്നതാണ്. നമ്മൾ ഷെർബിൽ SRB എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടിലും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ മിസ് ചെയ്യേണ്ട. സോ അതുവരേക്കും ബൈ.